ഹേ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളൊരു കിടിലൻ ചലഞ്ചായിട്ട് വന്നിരിക്കണേ. നമ്മൾ ഇതിനകത്ത് A to Z വരെയുള്ള ലെറ്റേഴ്സ് എടുത്തിട്ടുണ്ട് അല്ലേ? അതെ അതെ. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ഒരു ലെറ്റർ സെലക്ട് ചെയ്യുന്നത് വെച്ചോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇവനെടുത്തെന്ന് വെച്ചോ, ആ ലെറ്റർ വെച്ച് നമ്മളൊരു സിനിമ പറയണം ഗൈസ്. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവൻ അപ്പോൾ തന്നെ പറയണം. 10 സെക്കൻഡാണ് നമ്മൾ കൊടുക്കുന്നത്, അത് നമ്മൾ കറക്റ്റായിട്ട് പറയുകയും ചെയ്യണം. ഇതിനകത്തിപ്പോൾ നമ്മൾ ചുമ്മാ ലെറ്റർ നോക്കാം. D ആണ് ഗൈസ് കിട്ടിയത്. അപ്പോൾ ഞാൻ അതിനനുസരിച്ചൊരു സിനിമ പറയണം. അത് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ ഇവനും പറയണം. പണിഷ്മെന്റ് ഉള്ള നമ്മൾ നാരങ്ങ, മുളക്, ഇഞ്ചി, നമ്മുടെ സവാള പുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട് സാധനമൊക്കെ. അപ്പോൾ ഇതേ പണിഷ്മെന്റ് നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, പേപ്പറിനകത്താണ് ഈ കുലുക്കിയിട്ട് നമ്മളിടും. അതിൽ ഒരെണ്ണം സെലക്ട് ചെയ്യണം. ഇതാണ് പണിഷ്മെന്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും പറഞ്ഞ ലാഗ് അടുപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ചലഞ്ചിലേക്ക് പോകാം അല്ലേ? നേരെ ചലഞ്ചിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ അത് ഷെയ്ക്ക് ചെയ്തിട്ട് ഇടാൻ പോവാണ്. ഞാൻ ഷെയ്ക്ക് നീ എടുത്തു ഗൈസ്. ഫസ്റ്റ് ഇവനായിട്ട്. ഓക്കെ ഓക്കെ. എം പറഞ്ഞോ. മൂവീസാണ്. എന്തായാലും ഞാൻ എണ്ണാൻ പോവാണ് ഗൈസ്. 10 സെക്കൻഡ് എന്തായാലും നമ്മൾ എണ്ണല്ലോ, നമ്മുടെ റൂൾ അനുസരിച്ച്. 1 ടിക് ടിക്, ടൈം കളയരുത്. 2 ടിക് ടിക്, പെട്ടെന്ന് പറ. ലാസ്റ്റ് ആകുമ്പോൾ പറയരുത്. 3 ടിക് ടിക്, അറിയാമെങ്കിൽ പറ. 4 ടിക് ടിക് ഗൈസ്. ലാസ്റ്റ് ആകുമ്പോൾ പറഞ്ഞത് ചുമ്മാ കേട്ടോ. 5 ടിക് ടിക്. അയ്യോ എനിക്കറിയില്ല. പറ, നിനക്ക് അറിയാൻ എനിക്കറിയാം. നീ പറ. ലാസ്റ്റ് 9 10 പറയാല്ലേ. 7 ടിക് ടിക്. എനിക്കറിയില്ല. 8 ടിക് ടിക് ഗൈസ്. ഇത് ഫൗളാട്ടോ. ഞാൻ എന്തായാലും ടൈം കളയുന്നില്ല. മണിച്ചിത്രത്താഴ് നമുക്കറിയാം. മണിച്ചിത്രത്താഴ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. ഇത് നമ്മൾ സിമ്പിൾ ആയിട്ട് റൗണ്ട് ആയിരുന്നു. ഗൈസ് ഞാനിപ്പോൾ ഷെയ്ക്ക് ചെയ്യാൻ പോകുന്നു. ഇവനാണ് സെലക്ട് ചെയ്യുന്നത്. ഇവൻ്റേത് നമുക്ക് ഇതിന് പണിഷ്മെന്റ് കൊടുക്കാൻ പറ്റുന്ന ഏത് ലെറ്റർ കിട്ടണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇരിക്കടാ. രണ്ടെണ്ണം എടുത്ത് പോവാ. ഇതൊന്നും എനിക്കത് തുറക്കാനും പറ്റില്ല, ചെറുതായിട്ട് എഴുതിയേക്കണേ. എന്നെ ഗൈസ്. ഓ മൈ നെയിം. എന്നെ എന്നാണ്. അപ്പോൾ എന്നെ വെച്ച് എണ്ണിക്കോ. 1 നരൻ. നരൻ ഗൈസ്. ഞാൻ പറഞ്ഞു. അടുത്തത് ഇവനാണ് പറയാൻ പോണത്. ഞാൻ 1 ടിക് ടിക്, 2 എടാ നീ പയ്യേടാ. 3 അയ്യോ ഞാൻ ഇങ്ങനെ ആവേശം കാണിക്കണ്ടായിരുന്നു. 4 ടിക് ടിക്. ലാസ്റ്റ് പറയാനല്ലേ. എനിക്ക് സത്യം ഓർമ്മയില്ല. 7 ടിക് ടിക്. അയ്യോ 8 കിട്ടണില്ല. അപ്പൊ ഞാൻ കുലുക്കി ഇവന് കൊടുക്കാൻ പോവാണ്. എ ആണ് കേസ്. സിമ്പിളാണ്. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് ഒക്കെയാണ് ഇപ്പൊ കിട്ടി വരുന്നത്. ഓക്കെ, 1 അനന്തഭദ്രം. ഓക്കെ, ആട്. പണിഷ്മെന്റ് ആർക്കും കിട്ടുന്നില്ല. നമ്മള് പറയേണ്ട ആവശ്യമില്ല. ഞാൻ പിന്നെ ടൈം കളഞ്ഞില്ല. ഇങ്ങനെ എണ്ണി ടൈം കളഞ്ഞില്ല. ഞാൻ പെട്ടെന്ന് പറഞ്ഞുള്ളൂ. ഇതിലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും പണിഷ്മെന്റ് ഇല്ല. ചുമ്മാ കുറെ ഇതൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത് എങ്ങനെയാന്ന് നമുക്ക് കഴിക്കാൻ കഴിഞ്ഞ തരത്തിലെ പോലെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് യോഗമില്ലാന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ്. അപ്പൊ നെക്സ്റ്റ് എനിക്കാണ് തരാൻ പോകുന്നത്. കൊടുക്കാം. എല്ല് ഗൈസ്. 1 ടിക് ടിക്, 2 ടിക് ടിക്, 3 ലോലിപോപ്പ് ടിക്. ഓ ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ഇവനാണ്. 1 ടിക് ടിക്, 2 ടിക് ടിക്, 3 ടിക് ടിക്, 4 ടിക് ടിക്, 5 ലൂസിഫർ. തോന്നിയും പറയും. ഓക്കെ, നമുക്കിപ്പോ ഇത്ര നാളെ നേരത്തെ നമ്മൾ ഇതുവരെയായിട്ട് പണിഷ്മെന്റ് കിട്ടിയിട്ടില്ല. ഇത്ര നേരമായിട്ട് പണിഷ്മെന്റ് കിട്ടില്ല. സാധാരണ ഫസ്റ്റ് തന്നെ പണിഷ്മെന്റ് കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ ഇത്ര റൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുവരെയായിട്ട് ഒരു പണിഷ്മെന്റ് കിട്ടിയിട്ടില്ല അല്ലേ? അപ്പൊ നമുക്ക് ഗെയിം ചേഞ്ച് ചെയ്യാന്ന് വെച്ചു. അതായത് നമ്മൾ ഇനി ആനിമൽസിന്റെ പേര് പറയാന്ന് വെച്ചു. അതായത് നമ്മളിപ്പോ ഓരോ റൗണ്ട് വെച്ചാണ്. ഫസ്റ്റ് മൂവി, ആനിമൽ, പിന്നെ ഫ്രൂട്ട്സ് അല്ലേ, പിന്നെ ഓരോ സ്ഥലത്തിന്റെ ഒക്കെ പേരുകളൊക്കെ വെച്ചായിരിക്കും നമ്മൾ ചെയ്യണം. കുറച്ച് ഇതൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും നമുക്ക് പോകാം ഗൈസ് അല്ലേ? നമുക്ക് ടാസ്ക് കൊടുക്കാം. മാറാൻ പറ്റില്ല, രണ്ടുപേര് പറയണം. Q
ക്യൂ ആണല്ലോ ഗൈസ് ഫസ്റ്റ് കിട്ടുന്നത്. ഈ വെച്ചുള്ള ആനിമൽ ഏതാ? ക്യൂ വെച്ച് ക്യൂ ഈ വെച്ച് ഏതാ ഗൈസ് ഉള്ളേ? ഈ വെച്ച് ഏതാ ഉള്ളേ? പെട്ടെന്ന് നമ്മൾ ആരെയും കിട്ടില്ല. ഉണ്ടെന്ന് തോന്നും, പക്ഷെ പെട്ടെന്ന് കിട്ടില്ല നമുക്ക്. ഇങ്ങനെ വരുമ്പോ വേർഡ്സ് വരുമ്പോ പെട്ടെന്ന് നമുക്ക് ഈ വെച്ച് ഏത് ആനിമലാണോ ഉള്ളേ? അല്ല അറിയാൻ കിട്ടില്ല. ടൈമർ കൊടുക്കാം. ഞാൻ ഒരു കാര്യം പറയാം, ടൈമർ കൊടുക്കുന്നില്ല, എനിക്ക് അറിയത്തില്ല. ഞാൻ കിട്ടുന്നില്ല ഗൈസ്, കുറെ നേരം കിട്ടില്ല. ഞാനിപ്പോ ആലോചിച്ചിട്ട് കിട്ടുന്നില്ല ഗൈസ്. അറിയില്ല, നമ്മൾ എനിക്ക് അറിയത്തില്ല ഗൈസ്. ഓക്കെ, അപ്പൊ നമ്മളെ പണിഷ്മെന്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മള് വേറെ ഇതിനകത്തൊന്നും എടുത്തില്ല, നമ്മൾ കൈവച്ച് കുലുക്കിയിടാൻ വെച്ചു. ഞാൻ കുലുക്കിയിട്ടെ നമ്മൾ പൂജിക്കുന്ന. ഓക്കെ, സെലക്ട് ചെയ്യാറുണ്ട്. നാരങ്ങ. ഓ കഴിക്കണം. ഇതൊക്കെ എന്ത്? സിമ്പിൾ ആയിട്ടുള്ള പണിഷ്മെന്റ് കൊള്ളാം. അപ്പൊ ഈ റൗണ്ടിനകത്ത് ഞാൻ ഇവനാണ് കൊടുക്കാൻ പോകുന്നത്. എനിക്ക് കിട്ടാൻ മൊത്തം ഒരുമാതിരി ഇടങ്ങാറായിട്ടുള്ള ഐ വെച്ചിട്ട് ടിക് ടിക്. ഐ വെച്ചിട്ട് ഏതാ? 2 ടിക് ടിക്. ഐ വെച്ചിട്ട് ഏതാ? 3 ടിക് ടിക്. ഐ വെച്ചിട്ട് ഗൈസ് ഐ വെച്ചിട്ടില്ല. ഐ വെച്ച് ഏതാ? 5 ടിക് ടിക്. ഐ വെച്ചാ ടിക് ടിക്. അയ്യോ 7 ഐ ഏതാ? ഐ വെച്ച് ഏതാ? 8 ടിക് ടിക്. പയ്യാണ്. അയ്യോ ഐ വെച്ച് ഏതാ? ഗൈസ് നമുക്ക് അറിയാമെങ്കിൽ പറയാൻ പറ്റില്ല ഈ ഗെയിം കളിക്കുമ്പോ. ഇപ്പൊ കിട്ടില്ല ഗൈസ്, ചലഞ്ച് ചെയ്യുമ്പോ നമുക്ക് അറിയില്ല, ചുമ്മാ പറയുമ്പോ കിട്ടും. ടിക് ടിക്. ഐ വെച്ചറിയില്ല ഗൈസ്. ഞാൻ തോറ്റു. പറ, നീ പറ. ഐ വെച്ചാണ് ഗൈസ് നമ്മുടെ. എനിക്കറിയില്ല. സോ ഇതല്ലേ അറിയില്ലേ? അറിയില്ല ഗൈസ്. ഏതെങ്കിലും ഒന്ന് എടുത്തിട്ടുണ്ട് ആയിരിക്കും. പണിയായിരിക്കല്ലേ ഗൈസ്. ഇഞ്ചി. ഇഞ്ചിയൊക്കെ എങ്ങനെ കഴിക്കും? ഇപ്പൊ ഗൈസ് ഇഞ്ചിയാണ് കഴിക്കാൻ പോവാണ്. നമ്മൾ മൊത്തം കഴിക്കും. ഓക്കെ ഗൈസ്, കഴിക്കുകയാണ് ചെയ്യും. നമ്മള് കഴിക്കും അല്ലേ? കഴിക്കും ഗൈസ്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം ഇഞ്ചി. മീൻകറിയിലൊക്കെ ഇഞ്ചി ഒന്നും ഞാൻ കഴിക്കാറില്ല. തൊണ്ടാട്ടം നമ്മൾ കളയണം, വേറൊന്നുമില്ല. കഴിക്കും ഗൈസ്. പണി വരുന്നുണ്ടവറാച്ച. ഈ ചാനലിന് വേണ്ടി ഞാനിന്ന് മൊത്തം കഴിക്കും. തൊണ്ട് കൊണ്ട് കാണും. കഴിച്ചു ഞാൻ മൊത്തം കഴിച്ചു, പക്ഷെ പറ്റുന്നില്ല അതിന്.
അടുത്ത റൗണ്ടിട്ട് പോവാം. എനിക്ക് എരി പോലും പറ്റില്ല. അടുത്ത റൗണ്ടിട്ട് പോവാം. ഗൈസ് ഇഞ്ചി കഴിച്ച് പക്ഷേ ഇപ്പം ഞാൻ ഇഞ്ചി ഒന്നും കഴിക്കാറില്ല. എരിവുള്ളതൊന്നും എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. എന്നാലും പോലും എനിക്ക് പറ്റില്ല. എന്തായാലും കുഴപ്പമില്ല, പക്ഷെ തൊണ്ടയുടെ അവിടെ ഭയങ്കര എരിവ് പ്രശ്നം. പറ്റില്ല ഗൈസ്. എരിവ് ഒട്ടും അത് ഞാൻ മൊത്തം കഴിച്ചു ഗൈസ്, അത് കഴിച്ചു. പക്ഷെ ഇഞ്ചി അടിക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല, ഞാൻ മൊത്തം കഴിക്കുന്ന പ്രതീക്ഷിച്ചില്ല. പക്ഷെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് തൊണ്ടയ്ക്ക് പ്രശ്നമായത്. പക്ഷെ കൊല്ലം കുഴപ്പമില്ല, അല്ലാത്ത ഗ്യാസും ആ ഒരു ഇതൊക്കെ സെറ്റാണ്, ഇറങ്ങിപ്പോയ വഴി ഓക്കെ ആയി. ഈ കുഴപ്പമില്ല. ഉള്ളിയിട്ട് വിട്ടപ്പോൾ വിഷയമില്ല, ഇറക്കി വിട്ടപ്പോൾ കുഴപ്പമില്ല. വായിൽ അതിൻ്റെ നീരൊക്കെ വന്നപ്പോഴേക്കുണ്ടല്ലോ പറ്റാടാ കേസ്. നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോകാം. എടുക്കട്ടെ, നോക്കാനെടുക്കും എടുത്തിട്ടുണ്ട്. നോക്കാം ലെറ്റർ ഏതാണ്. ബി ആണ് ഗൈസ്, ബി. ഡി 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 വെച്ച് എണ്ണിക്കോ, ഞാൻ പറയാം. 1 ഡോഗ്. ഡി എന്നെ സിമ്പിൾ അല്ല, ഞാൻ പിന്നെ പറയാം. ടിക് ടിക്. ഡി വെച്ച് 3 ടിക് ടിക്. ഡിയർ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഈ റൗണ്ട് മാറ്റി പിടിക്കുകയാണ് ഇനിയുള്ള ഗെയിംസ്. അതായത് നമ്മൾ ആനിമൽസിൽ നിന്ന് നേരെ നമ്മൾ സ്ഥലപ്പേരിലേക്കാക്കി അല്ലേ? അതെ, ഏത് സ്ഥലമാണ് പറയാം. പൈസ ഞാൻ ഫസ്റ്റ് ഇവനോടാണ് ചോദിക്കാൻ പോണത്. അയ്യോ പുകയാണ് കഴിച്ചൂടെ. ഇഞ്ചിക്ക് ഇത്ര പറഞ്ഞായിരുന്നു. കെ ഗൈസ്, കെ. കുഴപ്പമില്ല, ഓക്കെ. 1 ടിക് ടിക്. 2 ഓക്കെ ഗൈസ്, കണ്ണൂർ പറഞ്ഞിട്ടുണ്ട്. കാസർഗോഡ്. ഓ, പറയേണ്ട ആവശ്യമില്ല, നമ്മൾ ടിക് ടിക് സമയം കളയാത്തപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഗൈസ്, കാസർഗോഡ്. അപ്പോൾ ഈ റൗണ്ട് സെറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് റൗണ്ട് ഇട്ട് പോവാം. നമുക്ക് നോക്കാം ഗൈസ്. പി ആണ് ഗൈസ്, പി. 1 പത്തനംതിട്ട. 2 അപ്പോൾ ഗൈസ് നെക്സ്റ്റ് ഇവനാണ്. 1 ടിക് ടിക്. 2 ടിക് ടിക്. അറിയാമോ? 3 പാലക്കാട്. ഓക്കെ, പാലക്കാട്. നല്ല വെയിലുണ്ടല്ലേ ഗൈസ്. ബി ആണ് കിട്ടിയിരിക്കുന്നത്. ബി ബി ഗൈസ്, ബി ആണ്. ബി വെച്ച് പറഞ്ഞു. ബി വെച്ചിപ്പോ 1 വെച്ച് ടിക് ടിക്. 2 ടിക് ടിക്. അറിയാം നിനക്ക്. 3 ടിക് ടിക്. നമുക്കറിയില്ല, നോക്കട്ടെ. 4 ടിക് ടിക്. 5 ടിക് ടിക്. ബി വെച്ച് ഏതാ ഉള്ളേ? 7 ടിക് ടിക്. 8 ടിക് ടിക്. അയ്യോ, ബി വെച്ച് 9 ടിക് ടിക്. 10. ബി വെച്ച് ബി വെച്ച് സത്യം കിട്ടിക്കടാ. ഇല്ല ഗൈസ്, ബി വെച്ച് നമുക്ക് അറിയാൻ പാടില്ല. ഓക്കെ, കിട്ടുന്നില്ല. പണിഷ്മെന്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ കുലുക്കിയിടാം, നീ പണിഷ്മെന്റ് എടുത്തോ. നല്ലതാഗ്രഹം. പകല് ദോഷം പോകുന്നു. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ മീൻ സാധനമായ പച്ചമുളകല്ലാത്ത സവാള. പച്ചമുളകല്ലാത്ത ഭാഗ്യം, സവാളയാണ്ട് കുഴപ്പമില്ല, കഴിക്കാം. ഉള്ളി തുടങ്ങാം. ഓക്കെ ഗൈസ്, സവാള കഴിക്കാൻ പോവുകയാണ്. ഇത് ഞാൻ മൊത്തം കഴിക്കുന്നത് എനിക്ക് അറിയില്ല. ഇഞ്ചി കഴിക്കാം, ആകൂല. ഫസ്റ്റ് ബൈറ്റ് തന്നെ മനസ്സിലായി. പകുതിയോളം കഴിച്ചിട്ടുണ്ട്. ഓ, നെക്സ്റ്റ് വേണ്ടിയിട്ട് പോകാം. ഇത് നമ്മുടെ ലാസ്റ്റ് റൗണ്ടാണ്. അതെ, ഇതും കൂടി ഇല്ലേ? ഇതും കൂടി വലിയ നോക്കാം. പിന്നെ ഒരു സാധനം കൂടി ഉണ്ട്. അപ്പോൾ ഗൈസ്, ലാസ്റ്റ് റൗണ്ട് ആട്ടോ. തീ. 1 തൃശ്ശൂർ. ഓ ഗൈസ്, പിന്നെ മനസ്സിലുള്ളതെന്നാണ് എനിക്ക് പറയാം. 1 ടിക് ടിക്. 2 ടിക് ടിക്. 3 ടിക് ടിക്. 4 ടിക് ടിക്. 5 ടിക് ടിക്. തികച്ചിട്ടുണ്ട് കേട്ടാ. 6 ടിക് ടിക്. എല്ലാം പറയാവേ. 7 ടിക് ടിക്.
നിനക്ക് അറിയാൻ എനിക്കറിയാം. എടി ഇല്ലടാ, ഞാൻ മറന്നു വേടാ, എനിക്ക് വെക്കുന്നത് കിട്ടണ. തിരുവനന്തപുരം. ഒരു പൈസ ലാസ്റ്റ് കൊടുത്തിട്ട് പോലെയായിരുന്നു പറഞ്ഞു സത്യമായിട്ട് എനിക്ക് കിട്ടിയില്ല കേട്ടോ ഗൈസ്. ഞാൻ ഇത് ലാസ്റ്റ് റൗണ്ടാണെന്ന് പറഞ്ഞാണ് നമ്മൾ ഇരുന്ന് പറയാൻ പറഞ്ഞപ്പോ എനിക്ക് വെക്കുന്നത് കിട്ടിയില്ല. അല്ല നമ്മൾ ഇത് ലാസ്റ്റ് റൗണ്ടാണെന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ നമുക്ക് പണിഷ്മെന്റ് കിട്ടാൻ സ്ഥിതിക്ക് ഒരു റൗണ്ട് വരെ നമുക്ക് അതായത് ഈ റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് മാറ്റി പിടിക്കാം. ഫ്രൂട്ട്സ് ആക്കാം. ഫ്രൂട്ട്സ് ആക്കാം ഗൈസ്, നമുക്ക് ഫ്രൂട്ട്സ് ആക്കാം. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സിന്റെ ഫസ്റ്റ് റൗണ്ടിട്ട് പോവാണ്. കൂടെ വേറെ സാധനം ഈ ഗൈസ് ഫ്രൂട്ട്സ് ഈ 1 ടിക് ടിക് അറിയോ? അറിയില്ലേ പിന്നെ എണ്ണ ഉണ്ടല്ലേ. 2 അറിയോ? നിനക്ക് തോൽവി സമ്മതിച്ചാ? ഇല്ല, ഞാൻ എനിക്ക് അത് പറയാൻ 3 ടിക് ടിക് 4 ടിക് ടിക് ഈ വെച്ചിട്ട് ഏതാണ് ഗൈസ്? 5 6 7 ഗൈസ് നമ്മൾ ഓരോ റൗണ്ട് പോകുമ്പോൾ ഇത് കൂടി പോകും. അത് ഞാൻ ഓർത്തില്ല. ഈ വെച്ചിട്ട് എനിക്കറിയാൻ പാടില്ലയോ. 9 അറിയില്ല, എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും പണിഷ്മെന്റ് വാങ്ങാം. എന്നതായിരുന്നില്ല. അതായത് മുളക് മാത്രമല്ല പണിഷ്മെന്റ് ആയിട്ടുള്ളത്. അത് ഞാൻ ഇവനെ കുലുക്കി ഇട്ട് കൊടുക്കാൻ പോലും. ഞങ്ങൾക്ക് ഒരു റൗണ്ടേ ഉള്ളൂ. ഞാൻ എടുക്കാൻ പോട്ടെ. എടുക്കാം. എടുക്ക്. ദൈവമേ, എടുക്കണോ ചാടി? എടുത്താലും പണിയാ. 2 ഇളങ്ങേറാന്ന് പറയാ. എടുത്തിട്ടുണ്ട്. ഇത് എടുക്കണോ? ഉപ്പ് ഗൈസ്, ഉപ്പാണ്. ഓ ഉപ്പ്. ഞാൻ ഇതാണ് പറഞ്ഞത്, ഒരു സാധനം ഇവിടെ ഇട്ടത്. എനിക്ക് തോന്നിയ തരത്തുള്ളത്. എന്തായാലും പുകച്ചിലിന് രക്ഷപ്പെട്ടു ഗൈസ്. ചുണ്ടൊക്കെ മൊത്തം. പക്ഷെ ഉപ്പ് ഗൈസ് അതാലോചിക്കുമ്പോഴാണ്. ആദ്യം ഇഞ്ചി വയറ്റി ചെന്ന്, പിന്നെ സവാള ചെന്ന്, ഇതിൻ്റെ കൂടെ ഉപ്പും കൂടി ചെല്ലുമ്പോഴേക്ക് അപ്പം എന്തായാലും പണിയാണ് ഗൈസ്. നമുക്ക് എന്തായാലും ഉപ്പ് എടുത്ത് തരാം. ഗൈസ് നമ്മൾ ഉപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് റൗണ്ടാണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് റൗണ്ട്. കഴിച്ചു, പണിഷ്മെന്റും കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ ഇഞ്ചി കഴിച്ചപ്പോൾ നമ്മുടെ ഉഷാറങ്ങ് പോയല്ലേ. ആ ഒരു ഗെയിമിൽ പങ്കെടുത്തതിന്റെ ആ ഒരു ഇതൊക്കെ പോയി, ഫ്ലോ കാര്യങ്ങളൊക്കെ പോയി. നമ്മളാ എന്താ അറിയില്ല, അത് വയറിനൊക്കെ ചെറിയൊരു ഇവനാണ് പ്രത്യേകിച്ച് പോയത്. അപ്പൊ ഇവനും പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ ഒരു ഇതുണ്ടാവില്ല ഗൈസ്. അപ്പൊ എന്തായാലും തുടങ്ങിക്കോ. ഇനി ഇതും കൂടി വയറ്റിട്ട് ചെല്ലുമ്പോഴേക്ക് എടുത്തോ. ഉപ്പാണ്. നീ ഡൗട്ടിടിക്കണ്ട. ഡൗട്ടൊന്നും അടിക്കില്ല അവർക്ക്. ഈ ഉപ്പ് തന്നെ കേട്ടോ. ഇനി പഞ്ചസാര ഒന്നും പറഞ്ഞ് കമന്റ് ഇടരുത്. അയ്യോ ഗൈസ്, പുള്ളി ഉപ്പ് അടിക്കാതെ കുറച്ച് ഉപ്പ് അവിടെ പോയി. എടുത്തെടുത്ത് അങ്ങനെ കളിക്കരുത്. ഉപ്പുണ്ട് ഗൈസ് ഉള്ളേ. അപ്പൊ നമ്മുടെ ചലഞ്ച് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഉപ്പൊക്കെ കഴിച്ച് നമ്മൾ നല്ല പണിയൊക്കെ കിട്ടി സുഖമായിട്ടിരിക്കുന്നുണ്ട്. ഇഞ്ചി കഴിച്ചപ്പോ ഭയങ്കര ഇതായിരുന്നു കേട്ടോ. ഞാൻ ഇതിനു മുന്നേ ഒന്ന് ഇഞ്ചി കഴിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ തോന്നി. അതെ, ഞാൻ ഇഞ്ചി മൊത്തം കഴിച്ചു. എന്നിട്ട് അത് തൊണ്ടയ്ക്കകത്ത് ഭയങ്കര ആ ഒരു എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, തൊണ്ടയിലാണ് ഭയങ്കര പ്രശ്നം. ഭയങ്കര പ്രശ്നം നമ്മൾ കഴിച്ചിട്ടോ ഗൈസ്. ഞാൻ മൊത്തം കഴിച്ചു കഴിച്ചാൽ എങ്ങനെ എനിക്ക് അറിയത്തില്ല. അപ്പൊ ഗൈസ് നമ്മുടെ ചലഞ്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇഞ്ചി കഴിച്ചതോടുകൂടി ഞങ്ങൾ രണ്ടുപേരുടെയും ഉള്ള എനർജി ഒക്കെ പോയി ഗൈസ്. ഇഷ്ടപ്പെട്ട ഇതായിരുന്നു കമന്റ് ചെയ്യണ്ടോ ഗൈസ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും അല്ലേ. അപ്പൊ ഇനി നമ്മൾ പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.